ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചിക്കൻ വെച്ചിട്ട് ഒരു റോളാണ് ചെയ്യുന്നത്. ചിക്കൻ മക്രോണി റോള്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റെഡ് കളർ കാണുന്ന ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കാണും. ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മക്രോണി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിക്കുന്നത് മക്രോണി തമ്മിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ഒരു കപ്പ് മക്രോണിയും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം ഇതൊരു 10 മിനിറ്റ് എടുത്തിന് എനിക്ക് ഏകദേശം വെന്ത് വരാൻ. ഇതെനിക്ക് നന്നായിട്ട് വേവണം, എന്നാലേ നമുക്ക് മിക്സിയിൽ ക്രഷ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഒരു 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഇതൊരു 10 മിനിറ്റും അതും 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്ക് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്യുകയും കൂടി. അതിനിടയ്ക്ക് നമ്മൾ ഈ മക്രോണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർച്ച് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സാദാ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് വേണം. അതൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട്. ഞാനിവിടെ ഫോർക്ക് എടുത്തിട്ട് ഒന്ന് ഉടച്ച് വെക്കട്ടെ. അപ്പോൾ ഇത് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഉടക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഉടഞ്ഞു കിട്ടും. നമ്മൾ ഇത് മാഷറൊന്നും വേണ്ട, നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നത് പൊടിയായിട്ട് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മക്രോണിയുടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അധികം അരിഞ്ഞു പോകാൻ പാടില്ല. അരിഞ്ഞു പോയാൽ നമ്മൾ ഈ കട്ട്ലറ്റ് ഉരുട്ടുമ്പോൾ അത്ര ശരിയാവില്ല. അപ്പം നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ഇത്രയേ പാടുള്ളൂ, കണ്ടില്ലേ? ഇത്രയേ നമ്മളെ മക്രോണി വേകാൻ മീൻസ് ക്രഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങിൽ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങിൽ നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം 2 ഉരുളക്കിഴങ്ങിന് 1 കപ്പ് മക്രോണിയും 1/4 കിലോ ചിക്കനും കൂടെ വേണ്ടത്. ചിക്കൻ കുറച്ച് കൂടുതലായാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരാം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. കുറച്ചേ മസാലകൾ ചേർക്കുന്നുള്ളൂ. അപ്പം കുട്ടികൾക്കെല്ലാം ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു മൈൽഡായിട്ടുള്ള മസാലയെ ചേർക്കുന്നുള്ളൂ. അധികം എരിവോ ഒരുപാട് എരിവൊന്നും ചേർക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രഷ് ചെയ്ത മുളക്, അതായത് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്ന മുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചതാണിത്. പിന്നെ വേണ്ടത് കുറച്ച് മസാലയാണ്. മസാല ഞാനിവിടെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ റോളിനെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1/4 സ്പൂണും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ സാധാ ഒരു മൈൽഡായിട്ടുള്ള മസാല, ഞാൻ പറഞ്ഞല്ലോ മൈൽഡായിട്ടുള്ള മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കട്ട്ലറ്റിനകത്ത് നമ്മൾ സാധാ കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേങ്കിൽ ഒരു ട്വിസ്റ്റിന് വേണ്ടിയിട്ട് സാധാ നമ്മൾ ഷേപ്പ് മാറ്റുന്നത് മാത്രം. അപ്പോൾ ഇതിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ കട്ട്ലറ്റ് റൗണ്ടിലല്ലേ സാധാരണ ചിക്കൻ റോളിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഇത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഒരേ ഷേപ്പിൽ തന്നെ ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുമ്പോൾ ചിക്കൻ റോളും ചെയ്യുമ്പോൾ മുട്ടേൻ്റെ വെള്ളേൻ്റെ അകത്തെല്ലാം നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കാം. പക്ഷേ ഇതിനകത്ത് ഞാൻ മൈദ
കലക്കിയിട്ട് മൈദ ബാറ്ററിലാണ് ഇത് ഞാൻ പൊതിഞ്ഞെടുക്കുന്നത്. പിന്നെ റൊട്ടിപ്പൊടിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ റോളും ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ആദ്യം മൈദ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് പിന്നെ റൊട്ടിപ്പൊടിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക, ഈ കാണുന്ന പോലെ. അപ്പം നല്ല ടേസ്റ്റുള്ള ഈ ചിക്കൻ റോൾ എല്ലാവരും, ചിക്കൻ മക്രോണി റോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ഒന്നിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യുമ്പം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്യാവൂ. ഫുൾ കരിഞ്ഞു വന്ന രീതിയിൽ ഇത് ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ റോള് ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ ഓയിലിനകത്തിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം ഇത് ഞാനിവിടെ ഷാലോ ഫ്രൈയാണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. കുറേ ഓയിൽ ഉപയോഗിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. അല്ലാണ്ട് തന്നെ ഇത് ഒന്ന് ഇത് ആദ്യം തന്നെ കുക്കായ സംഭവങ്ങളിലല്ലേ, എല്ലാ സാധനങ്ങളും മക്രോണി ആയാലും ചിക്കൻ ആയാലും പൊട്ടറ്റോ ആയാലും എല്ലാം ഒന്ന് കുക്കായതല്ലേ. അപ്പോൾ ഇത് ഞാൻ ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നത്, ഒരുപാട് ഓയിൽ ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സൂപ്പർ കിടിലൻ ടേസ്റ്റായ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.